ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വീഡിയോയിൽ. ഇന്ന് ചെറിയൊരു ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് 10 പൈസ ചിലവില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പ്രാവശ്യം കാണിച്ചാണ് അതൊന്നും കൂടെ ഞാൻ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് ഞാൻ ചെയ്തതിനേക്കാൾ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ പഴയ വീഡിയോ കണ്ടു കാണുമായിരിക്കുമല്ലോ. കണ്ണൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് മോക്കുരുവായിരുന്നു. മോക്കുരു തന്നെ എനിക്ക് ഈ മോക്കുരു 2 സൈസ് ഉണ്ട്. സാധാ മോക്കുരുണ്ട്, പിന്നെ കാര എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇച്ചിരി വലിപ്പമുള്ളതാണ്. അത് പോകാനും ഇച്ചിരി താമസമാണ്. എനിക്കൊന്ന് അത്രയും എന്നതോ ആരും തോന്നുന്നു. അവൻ്റെ മുഖത്ത് ഭയങ്കര കട്ടിയിലായിരുന്നു. അപ്പം ഞാൻ അന്നേരം ഇവൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു 2 ദിവസം തേച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി തേക്കാൻ വരത്തില്ല. പുള്ളിയുടെ വിചാരം പിന്നെ ഇത് പൊക്കോളും എന്നാണ്. പിന്നെ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കുള്ള പിന്നെ അതാകും. അത് മുഴുവൻ പോകാതെ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അത് പഴയതുപോലെ തന്നെ ആകത്തേ ഉള്ളൂ. അതിന് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പനി വന്നാലും നമ്മളൊരു മരുന്ന് കഴിച്ചാൽ അതിപ്പോൾ ഒരു 6 ദിവസത്തേക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് 6 ദിവസം കഴിച്ചിരിക്കണം ആ മരുന്ന്. അല്ലാതെ 2 ദിവസം ആ മരുന്ന് കഴിച്ചേച്ച് പനി കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പനി മാറി ഇനി ഗുളിക കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ പനി കിടക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് ആ പനി പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അത് മാറുന്നിടം വരെ ശരിക്കും അതിനൊരു ഇത്ര ദിവസമൊന്നുണ്ട്. ഇതൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്തത് ഈ കണ്ണൻ്റെ മുഖത്തെ ശരിക്കും മാറി കിട്ടിയായിരുന്നു, പൂർണ്ണമായിട്ട് മാറി കിട്ടിയായിരുന്നു. പക്ഷെ അവന് 2-4-5 ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ എന്നോട് പറഞ്ഞു മതി നിർത്തിയേക്കാൻ പറഞ്ഞു. അതിപ്പോൾ വീണ്ടും കുറവുണ്ട്, പക്ഷെ പാടായിട്ട് മുഖത്ത് കിടപ്പുണ്ട്. അപ്പം ആ പാട് കളയാനും കൂടെ വേണ്ടിയുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മുഖത്തോട്ട് ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ 10 പൈസ ചിലവില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഈ ആര്യവേപ്പിൻ്റെ ഇല ഇത്രയും മുഴുവനൊന്നും വേണ്ട കേട്ടോ. ഇതിൽ നിന്നൊരു ഇത്രയും മതി, ഇത്ര ഇല എടുത്താൽ മതി. ഇത് മതി, ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് ഇല എടുത്ത് ബാക്കി മുരിങ്ങയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് ഞാനിപ്പോൾ കുറേ ദിവസത്തേക്കുള്ളത് ഒന്നിച്ചരച്ചാണ് വെക്കുന്നത്. ഇപ്പോൾ മിക്സിയിൽ അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം. ഞാൻ പക്ഷേ കല്ലിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കല്ലിൽ അരയ്ക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഈ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ അരയ്ക്കുമ്പം കല്ല് പിന്നെ വേറെ ഒന്നിലൊക്കെ അരയ്ക്കുമ്പോൾ കയ്പ്പ് വരത്തില്ലേന്ന്. അതിന് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ ഇത്ര ഇല അരച്ചങ്ങ് മാറ്റണം. മാറ്റി വെച്ച് ഇതിൻ്റെ കൂടെ ഒരു ശകലം മുരിങ്ങയിലയും കൂടെ അരച്ച് മാറ്റി വെച്ച് ആ കല്ല് നല്ല വൃത്തിക്ക് കഴുകി വെച്ച് വീണ്ടും അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ബാക്കിയുള്ള മുരിങ്ങയില മൊത്തം അരച്ചെടുക്കുമ്പോൾ ആ ഇതങ്ങ് പൊക്കോളും. പിന്നെ അത് നമ്മൾ കഴുകുമ്പോൾ തുണിയൊക്കെ അലക്കുമ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉരയ്ക്കുന്ന ബ്രഷില്ലേ, അത്ര ബ്രഷും കൊണ്ട് ആ അരകല്ലിൽ ഇങ്ങോട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ മതി. അതങ്ങ് പൊക്കോളും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എണ്ണയിൽ ഒരു ഇലയോ എണ്ണയിൽ ഇച്ചിരി ഒന്ന് അരച്ചും കൂടെ കഴുകിക്കളയാൻ കല്ല് വൃത്തിയായിക്കോളും. അന്നേരം തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ അരച്ചെടുത്തേക്കുന്നത് അരുവേപ്പിൻ്റെ ഇത്ര ഇലയും പിന്നെ ഇതുപോലെ മുരിങ്ങയിലയും കൂടെയാണ്. ഈ 2 സാധനങ്ങൾ മാത്രം ചേർത്താണ് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് പാല് വേണേൽ ചേർക്കാം, ഇല്ലെങ്കിൽ വെള്ളം വേണേൽ ചേർക്കാം. ഞാനിതിപ്പോൾ ഒരു ശകലം പാലാണ് ചേർക്കുന്നത്, ഒത്തിരി ചേർക്കുന്നില്ല. കാര്യം പാലിനകത്തും നെയ്യുള്ളതാണ്. മുഖത്ത് മോക്കുരുള്ള സമയത്ത് അത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ മോക്കുരു കൂടത്തേ ഉള്ളൂ. വെറും വെള്ളത്തിൽ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ നല്ലതാണ്. റോസ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൈസ ചിലവുള്ളതാണ്. അപ്പം നമ്മൾ പൈസ ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തന്നെ ചേർത്താൽ മതി. അപ്പം മുരിങ്ങയിലയും ഇതോടെ കല്ല് ഞാൻ നല്ല വൃത്തിക്ക് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം കണ്ണിൻ്റെ മുഖത്ത് അപ്പോൾ ആദ്യം മുഖം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. പാലൊക്കെ മിക്ക വീടുകളിലും മേടിക്കാറുള്ളതാണ്. അപ്പോൾ പാലിനകത്ത് ഒരിച്ചിരി തുണി മുക്കിച്ച് മുഖം നല്ലപോലെ തുടയ്ക്കാമെങ്കിൽ മുഖത്തെ അഴുക്ക് മുഴുവൻ പോരും. അല്ലെങ്കിൽ കടലമാവ് കൊണ്ട് മുഖത്തൊരിച്ചിരി ഒന്ന് നല്ലപോലെ സ്ക്രബ് ചെയ്തെടുക്കാമെങ്കിൽ അത് പോകും. ഇല്ലെങ്കിൽ ഇച്ചിരി ഇത് പഞ്ചസാരയും പാലും കൂടെ ആണെങ്കിലും നല്ലപോലെ മുഖത്തെ അഴുക്ക് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്ത് മുഖം നല്ലപോലെ ഒന്ന്, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടോ അങ്ങനെ എന്നെ നല്ല ഇതായിട്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യും. മുഖം വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ മുഖത്ത് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കണ്ണനോട് മുഖം ഒന്ന് കഴുകിയിട്ട് വരാൻ പറയണമല്ലോ. വൃത്തിക്ക് മുഖം കഴുകിയിട്ട് വന്നിച്ച് മുഖത്ത് നമുക്കിടാം. ഒരു 15 അങ്ങേറ്റം 20 മിനിറ്റ് ഇട്ടാൽ മതി. അന്നേരത്തേക്ക് അങ്ങനെ ദിവസം ഒരു ആഴ്ച തരുമ്പോഴത്തേക്ക് തന്നെ നല്ല വ്യത്യാസമാകും കേട്ടോ. 10 ദിവസം ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് പോകും. അപ്പം 10 പൈസ ചിലവില്ലാതെ നമുക്ക് മുഖക്കുരു കളയാനുള്ള മരുന്നാണ് പറയുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ. കാര്യം ഇവിടെ അച്ചുവിൻ്റെ മുഖത്ത് ചെയ്ത് പ്രയോജനപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ണൻ്റെ മുഖത്ത് അച്ചുവിൻ്റെ മുഖത്ത് ഈ മുരിങ്ങയില മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. മുരിങ്ങയില മാത്രം പൊടിച്ചെടുത്ത് അന്ന് പിന്നെ ഉണക്കായതുകൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇങ്ങനെ അരച്ചെടുക്കുക. പക്ഷേ അരച്ചെടുക്കുന്ന ഇച്ചിരിയുടെ നല്ലത്. കണ്ണൻ്റെ മുഖത്ത് ശരിക്കും ഒരു അച്ചുവിൻ്റെ മുഖത്തേക്കാൾ കൂടുതലായിട്ടാണ് കണ്ണൻ്റെ മുഖത്ത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ശകലം ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ എടുത്ത്. ഈ ആര്യവേപ്പിൻ്റെ ഇല നല്ലതാണ്. ഈ ഇൻഫെക്ഷൻ പോലൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ആര്യവേപ്പിൻ്റെ ഇല നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചേർത്താണ്. ഒത്തിരിയും ചേർക്കുന്നില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്താണ് മുഖത്തിടുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വാചകം അടിച്ചിരിക്കേണ്ട, കണ്ണൻ്റെ മുഖത്തേക്ക് ഇനി നമുക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുപാട് വാചകമായി തോന്നുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേച്ച് പോകാൻ മേലെ എന്ന് ചോദിക്കും. അതിന് മുമ്പേ ഞാൻ പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പാലാണ് ചേർത്തത്, ഈ പ്രാവശ്യം വെറും വെള്ളമാണ് ചേർക്കുന്നത്.
ഇങ്ങനെ കല്ലിൽ അരച്ചെടുത്താണ്. കല്ലിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കട്ടിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം. വെള്ളം ചേർക്കാതെ കല്ലിൽ അരയ്ക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും. പക്ഷെ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ നല്ല എനിക്കൊന്ന് കല്ലിൽ അരയ്ക്കുന്നത് തന്നെയായിരിക്കും. ഇങ്ങനെ വെള്ളം ചേർത്തേണ്ട ഇതുപോലെ ഇത്രയും ലൂസാക്കിയാൽ, ഒത്തിരി ലൂസാക്കല ആക്കി കഴിഞ്ഞാൽ മുഖത്ത് തേക്കുമ്പോഴത്തേക്ക് ഒലിച്ചിങ്ങിറങ്ങും. ഈ ഒരു ലൂസ് മതി. കണ്ണൻ്റെ മുഖത്ത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം മുഖത്ത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മുഴുവനും നല്ലപോലെ മാറിയതായിരുന്നേ. ഇച്ചിരി കട്ടിയിലങ്ങ് ഇട്ട് കൊടുക്കണം മോക്കൊരു ഒത്തിരി ഉള്ളെടുത്ത്. കൈ കൊണ്ടും തേക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു ബ്രഷ് കൊണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തേക്കുന്ന. പിന്നെ വെച്ചാൽ ചില ഈ ആമ്പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ മൂക്കുരു പോകാൻ നല്ലതെന്ന് പറയും. പക്ഷെ അതൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അത് മുഖത്ത് തേച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രോമം ഉണ്ടാകാനായിട്ട് മീശയൊക്കെ, ആമ്പിള്ളേർക്കത്, പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല, ആമ്പിള്ളേർക്കത് പറ്റത്തില്ല. അന്നേരം അങ്ങനെയൊക്കെ ഉള്ളപ്പം പിള്ളേർക്ക്, ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കെല്ലാം മുഖത്ത് ഇതാണ് പ്രശ്നം, മോക്കുരുവാണ് കൂടുതലും. ഇവരുടെ ഈ ഓരോന്ന് കഴിക്കുന്നതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മുഖം വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നതിൻ്റെയാണ്. മുഖം എപ്പോഴും ഒരു വേർത്തൊലിച്ചല്ലേ നടക്കത്തുള്ളൂ. അത് വൃത്തിക്ക് കഴുകുവോ ഒന്നും ചെയ്യത്തുമില്ല. ആമ്പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും മുഖം വൃത്തിക്ക് സൂക്ഷിക്കണം. പിന്നെ ആമ്പിള്ളേർ ഒരു പെൺപിള്ളേരാ മുഖം നോക്കണ്ടേ, ആമ്പിള്ളേരല്ല എന്നൊരു ധാരണയുണ്ട്. അത് പക്ഷെ തെറ്റാ. ആണായാലും പെണ്ണായാലും മുഖം നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കണം. പിന്നെ ഇത് മാറിയപ്പോഴത്തേക്ക് ഇവന് സമാധാനമായതായിരുന്നു. എന്നത്തേക്കുണ്ടല്ലോ ഓവറായി. എനിക്കിതൊന്നും വേണ്ട എന്നുള്ള ജാടേ സ്റ്റൈലിൽ പോയി. 10 ദിവസം കഴിയുമ്പോൾ ദേ കിടക്കുന്നു. ഇരിക്കണ്ട. ഇല്ലില്ല, ശരി. നോക്കിട്ട് അയ്യോ തറയോ. അതുപോലെ ഇത് പ്രായമായവർക്കും കൊച്ചു പിള്ളേർക്കും എല്ലാം പറ്റുന്ന കേട്ടോ. ഒരു കെമിക്കലും ഇല്ലാത്തതായതുകൊണ്ട് ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. കാരണം എൻ്റെ കവിളിൻ്റെ ഈ സൈഡിലാണ് ശരിക്കും ഉള്ളത്. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിത് ചുമ്മാ വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അല്ലാതെ ചൂടുവെള്ളം വേണമെന്നോ ഐസ് വെള്ളം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. എവിടെ പോകാനിടയിൽ കഴിഞ്ഞെന്ന് ചോദിക്കുന്നേ. ഇത് കേട്ടോ തോന്നുന്നു അവനെ ഞാൻ ഏതാണ്ട് വലിയ ജോലി ഏൽപ്പിച്ചേക്കുവാ. ചുമ്മാ ഇരുന്നാൽ പോരെ. കഴിഞ്ഞോ കഴിയുമ്പോൾ ഞാൻ പറയും. പോണമെങ്കിൽ മതി. ഇനി ഞാൻ നീ ഇത് ഉഴപ്പി പോവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകെ മെനക്കെട്ട് ഇറങ്ങത്തില്ല. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് കണ്ണനെ കാണാവേ. പൊക്കോ, ഇനി എണീറ്റ് പൊക്കോ. സമാധാനമായില്ലേ? അവിടെ ചവിട്ടല്ലേ. താട്ട് നോക്കടാ, മേലോട്ട് പോകുക. കണ്ടോ നല്ല വ്യത്യാസമുണ്ട്. മുഖത്തിന് കളറും വെക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഖത്ത് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് കളർ വെക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കുരുവും കൂടെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ 10 ദിവസം ചെയ്താൽ മുഖത്തെ മോക്കുരു, എത്ര വലിയ മോക്കുരു ആണെങ്കിലും അത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇവനെ എന്നാലും പിടിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഇവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവൻ്റെ മുഖത്ത് തേച്ചത് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും ശ്രമിച്ച് നോക്കുക. അപ്പം നല്ല വ്യത്യാസമുണ്ട് കണ്ണൻ്റെ മുഖത്തെ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഞാൻ 100% ഉറപ്പ് പറയുന്നത് നല്ല മാറ്റം കിട്ടും. നല്ലപോലെ മുഖത്ത് നല്ല വ്യത്യാസം വരും. പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ പാടും കാര്യങ്ങളും പിന്നെ നേരത്തെ ഉള്ള പാടുകളാണെങ്കിലും പോകും കേട്ടോ ഇത് ഉപയോഗിച്ചാൽ.
അപ്പം മുതിർന്നവർക്കും കൊച്ചു പിള്ളേർക്കും പറയുമ്പോഴത്തേക്ക് ഒരു 13 വയസ്സോട്ടാണ് കുഞ്ഞുങ്ങളുടെ മുഖത്ത് മോക്കുരുമൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ 13 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയും പിന്നെ വലിയവരുടെയും 23, 24 എത്ര വയസ്സായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവരുടെ ഒക്കെ മുഖത്ത് മോക്കുരു പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ 10 പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, പ്രത്യേകിച്ച് മെനക്കേടൊന്നും ഇല്ലല്ലോ, നഷ്ടമൊന്നും ഇല്ലല്ലോ, ഒന്നും ഉപയോഗിച്ചൊക്കെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമല്ലേ. എന്നതൊക്കെയാണ് ചെയ്യുന്നത് കണ്ടതല്ലേ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് തന്ന ശ്രീദേവി ചേച്ചി ഭയങ്കര സപ്പോർട്ടായിട്ടോ, ശ്രീദേവി പിള്ളേ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോഴല്ലോ നമ്മുടെ വീട്ടിലൊരാൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നല്ലോ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ജയ ചേച്ചി, അജിത ചേച്ചിയൊക്കെ പോലെ തന്നെ അവർ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് സപ്പോർട്ട്. ജോമ, പിന്നെ എമ്മി കിച്ചനൊക്കെ എന്ന് പറഞ്ഞ് വീഡിയോ നിർദ്ദേശിച്ച് പോകല് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കകത്ത് അമ്മയാണേലും പറഞ്ഞ് നിർത്തരുത്, മുന്നോട്ട് പോകും. അതുപോലെ എമ്മി കിച്ചൻ ചോദിച്ചിട്ടുണ്ട് കണ്ണൻ പിണങ്ങിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണൻ വീഡിയോ വന്നേ പറ്റുള്ളൂ, ഒരു കണ്ണനെ ഞാൻ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി നേരത്തേക്ക് ഉള്ളതേ, ഇതെല്ലാം അലമ്പുണ്ടാക്കും, കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അലമ്പും പഴക്കെല്ലാം തീരും. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ട് ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇത് മിക്കവർക്കും പ്രയോജനപ്പെടുന്നതാണ്, മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മോക്കുരുവിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖമൊക്കെ ഒന്ന് സുന്ദരിയൊക്കെ ആകണ്ടേ, അപ്പം നിങ്ങളൊന്ന് അവർക്കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.